ഹായ് ഹലോ, വെൽക്കം ടു അക്വാടെക്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാറിന് ഒരു ടാങ്ക് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അലിഗേറ്റർ ഗാറിന്. അപ്പോൾ അതിപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ടേക്കണത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലാണ് ഇട്ടേക്കണത്. അപ്പോൾ അവനെന്തായാലും ഇപ്പോൾ ഏകദേശം ഫ്രിഡ്ജ് ബോക്സിൻ്റെ വലിപ്പമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവനൊരു ടാങ്ക് പണിയാനുള്ള സെറ്റപ്പിലാണ്. അതിന് നമ്മളിപ്പോൾ അതേ മുള വെട്ടാനായിട്ട് നമ്മുടെ അപ്പുറത്ത് തന്നെ മഠത്തിൽ മുള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും വെട്ടി നമ്മൾ താഴ്ത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് നമ്മൾ താഴത്തോട്ട് വലിച്ചിടുകയാണ്. നമ്മളെന്തായാലും ഈ മുളയൊക്കെ മുറിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. കട്ട് ചെയ്ത് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് പരിപാടി പെട്ടെന്ന് കഴിയുന്നുണ്ട്. നമ്മുടെ കുഴി ടാങ്കിനുള്ള ടാങ്ക് ഇറക്കി വെക്കാനുള്ള കുഴി നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും മുറിച്ചിട്ടേക്കണ നമ്മുടെ മുളക്കഷ്ണം നമ്മൾ 4 മൂലയിൽ ഓരോ മൂലയിലും 3 വെച്ച് നമ്മൾ താത്താൻ പോവാണ്. താത്ത് റെഡിയാക്കി കഴിഞ്ഞ് ഇപ്പോൾ താത്തിയിരിക്കണതിൻ്റെ വിഷ്വലാണ് കാണുന്നത്. ഇനി നമ്മൾ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡിലും നമ്മളെ ഇതേ മുളക് തന്നെ വെച്ച് ചുറ്റിനും നമ്മൾ കെട്ടിക്കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നമ്മുടെ ഷീറ്റ് തള്ളിപ്പോയിരിക്കാൻ വേണ്ടി, പിന്നെ അതിനൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ സൈഡിൽ മൊത്തം ഇതേപോലെ തന്നെ മുള വെച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ ചെയ്യണ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽ ഷൂട്ട് ചെയ്തിട്ടേക്കാണ്. ഇതേപോലെയാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നമ്മളതും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മൂലം കെട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മേളിലോട്ട് അതിൻ്റെ എഡ്ജ് തള്ളി നിൽക്കും. അപ്പോൾ നമ്മൾ ആ തള്ളി നിൽക്കണതിൻ്റെ ആ എഡ്ജ് നമ്മൾ കവർ ചെയ്ത് മേളിൽ കൂടി തന്നെ നമ്മളുള്ള ഹോളൊക്കെ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ട് കയറാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് പിടിക്കുകയാണ് 4 മൂലയിൽ. അപ്പോൾ ഏകദേശം ഈ ഒരു ഫിഗർ കിട്ടും. നമുക്കധികം ഷീറ്റിന് വലിയ ഡാമേജും വരില്ല, ഒരുമാതിരി ഓക്കെ ഇരുന്നോ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാക്ക്, ഷീറ്റിന് പ്രൊട്ടക്ഷനായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചാക്കിറക്കി വെക്കും. ചാക്കിറക്കി വെക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്ന് നമ്മുടെ ഷീറ്റായിട്ട് തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുറ്റിനും ചാക്കും ഷീറ്റും, അതായത് നിലത്ത് ഷീറ്റും സൈഡിൽ ചാക്കും എല്ലാം വെച്ച് കവർ ചെയ്തിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് ഇറക്കണം. അപ്പോൾ എന്തായാലും ചാക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഇറക്കാൻ പോകും. നമ്മൾ ഷീറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഷീറ്റെന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടി കുറവാണ്. അപ്പോൾ ഇത് എത്ര നാൾ കിടക്കുമെന്ന് നമുക്കറിയാൻ മേല. നമ്മളെന്തായാലും ഷീറ്റൊക്കെ ഇറക്കി എല്ലാ മൂലയും വലിച്ച് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ തോട്ടിലെ വെള്ളം മൊത്തം കലങ്ങി ആകപ്പാട് അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വള്ളത്തിൽ ആറ്റിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ ആറ്റിലേക്ക് വള്ളത്തിൽ ഇറങ്ങി നമ്മൾ ആറ്റിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റിൻ്റെ അകത്താക്കി ബക്കറ്റിൽ നിന്ന് ടാങ്കിലേക്ക്. ഇച്ചിരി കഷ്ടപ്പാടാണ്, നമുക്കിതൊരു ക്രേസ് ആയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. അത് എന്തായാലും വള്ളത്തിൽ നിന്ന് വെള്ളം കോരി നമ്മൾ കരക്ക് കൊണ്ടുവന്ന് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിഷിനെ പിടിക്കുക എന്നുള്ളത്. അറിയാമല്ലോ, അഗ്രസീവാണ്. നമുക്ക് പെട്ടെന്നങ്ങനെ
പിടിക്കാൻ പറ്റില്ല. അവൻ ദേ ഇപ്പോൾ പിടിക്കാൻ ചെല്ലുമ്പോൾ കാണാൻ എന്താണ് സംഭവിക്കണമെന്ന്. ഈ സാധനമായതുകൊണ്ട് നമുക്കധികം സ്ട്രെയിൻ കൊടുക്കാനും സ്ട്രെയിൻ കൊടുത്താൽ തന്നെ ശരീരം കൂട്ടിയിട്ട് ഇളകാൻ ഒടിയാതെയൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അത് കണ്ട ഭയങ്കര അഗ്രസീവാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവൻ അലമ്പാണ്, ചാടി മറിയാണ് അവിടെ കിടന്ന്. ഈ സാധനത്തിൻ്റെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ കൈ എങ്ങാനും അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ കടിച്ച് നാശമായിക്കളയും. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജ് ബോക്സിൻ്റെ അത്ര ഉള്ളു. ഇപ്പോൾ നമുക്ക് നെറ്റ് വെച്ച് തന്നെ പിടിക്കാം. അതുകൊണ്ട് മാത്രം അങ്ങനെ നെറ്റ് വെച്ച് തന്നെ റെഡിയാക്കാൻ പോകുന്നു. എന്തായാലും നെറ്റിൽ കോരിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ കോരിയ രീതിയിൽ തന്നെ എടുക്കണില്ല, കൈവച്ച് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പിടിച്ചുകൊണ്ട് നമ്മളെ ടാങ്കിലോട്ട് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ഗാറിനത് ടാങ്കിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ അമ്മയും അച്ഛനും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് ഉണ്ടാക്കുന്ന കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ സൂൺ. ബൈ ബൈ.